എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആദ്യം ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ നാരങ്ങാ നീരാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ കട്ട തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഈ തൈരിന് ഒരുപാട് പുളിയൊന്നും ഇല്ല. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഡീപ്പായിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 8 ചിക്കൻ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കൊരു 4 കഷ്ണങ്ങളൊന്ന് ഈ മസാലയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുത്ത ശേഷം ബാക്കിയുള്ള 4 കഷ്ണങ്ങളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഈ 8 കഷ്ണങ്ങൾ ഒരുമിച്ച് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ചൊന്നും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ 2 ബാച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മസാലയൊന്ന് പുരട്ടിയെടുക്കുന്നത്. ചിക്കൻ നന്നായിട്ട് കഴുകിയ ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലതുപോലെ വാർന്നു പോയ ശേഷമാണ് മസാലയൊക്കെ പുരട്ടി വെച്ചത്. ഇതിൽ കസൂരിമേത്തി ചേർക്കാൻ ഞാൻ വിട്ടുപോയി. ഇപ്പോൾ 1 ടീസ്പൂൺ കസൂരിമേത്തിയാണ് ചേർത്തത്. കൈകൊണ്ടൊന്ന് നന്നായിട്ട് തിരുമിയ ശേഷം വേണം കസൂരിമേത്തി ചേർക്കാനായിട്ട്. ഇതിപ്പോൾ എല്ലാം വീണ്ടും ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1.5 മണിക്കൂർ ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇത് പുറത്ത് തന്നെയാണ് വെക്കുന്നത്, ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല. 1.5 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു വലിയ ട്രെയിൽ ഒരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലാണ് ഈ ഗ്രില്ല് ചെയ്യുന്ന റാക്ക് വെക്കുന്നത്. അപ്പോൾ ആ റാക്കിൽ കുറച്ച് എണ്ണ എന്ന് പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കാം. ഈ ഗ്രില്ല് ചെയ്തെടുക്കുന്ന റാക്കിൽ ചിക്കൻ കഷ്ണങ്ങൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ എണ്ണ പുരട്ടി കൊടുത്തത്. ഇവിടെ എൻ്റെ ഓവനിലെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 225 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഈ മാക്സിമം ടെമ്പറേച്ചറായ 225 ഡിഗ്രി സെൽഷ്യസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 2 കോയിലും ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഓവൻ്റെ സെറ്റിംഗ് ഉള്ളത്. അപ്പോൾ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഈ ചിക്കൻ്റെ റാക്ക് വെച്ചിട്ടുണ്ട്. അതിനടിയിലായിട്ട് ആ വലിയ ട്രെയിൽ ബേക്കിംഗ് പേപ്പറും വെച്ചിട്ടുണ്ട്. ഇതിവിടെ നല്ല പെർഫെക്റ്റായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് 30 മിനിറ്റാണ് എടുത്തത്. അപ്പോൾ ഞാനൊരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓവൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ സമയത്തിൽ ചെറിയ വ്യത്യാസം വന്നേക്കാം. അപ്പോൾ ഞാനിവിടെ 25 മിനിറ്റ് ആയപ്പോഴാണ് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തത്. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല പെർഫെക്റ്റായിട്ട് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ബട്ടർ ഞാനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്പം ബട്ടർ ഇതിന് മുകളിലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാനൊരു ഗ്രീൻ ചട്നിയും കൂടി സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗ്രീൻ ചട്നിയുടെ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്